കുറുക്കന്മാർ ഭീരുക്കൾ കൂടിയാണ്. ചെറിയ കാര്യങ്ങൾ പോലും ഇവർക്ക് പേടിയാണ്. അപ്പു ഇതിനൊരു അപവാദമായിരുന്നില്ല. അടിമുടി ഭയം നിറഞ്ഞ ഒരു കുറുക്കനായിരുന്നു അവൻ. അവൻ്റെ രീതി അവൻ്റെ ഭാര്യയ്ക്ക് പോലും സഹിക്കവയ്യാതായി. അവനെ ഓടിച്ചു വിട്ടു. അങ്ങനെ പാവം അപ്പു നിരാലംബനായി എവിടെയും പോകാനിടമില്ലാതെ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു. ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും അവനെ ഭയപ്പെടുത്തി. ശരിയായ ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ ഒന്നും അവന് സാധിച്ചില്ല. അലഞ്ഞു തിരിയുന്നതിനിടയിൽ അപ്പു കാട്ടിലെടുത്ത കാലത്ത് യുദ്ധം നടന്ന ഒരു പ്രദേശത്ത് എത്തി. പെട്ടെന്ന് അവൻ പരിചിതമല്ലാത്ത ഒരു ഗർജനം കേട്ടു. ഇങ്ങനെയൊന്നും അവൻ ഒരിക്കലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു സിംഹത്തിൻ്റെയോ കടുവയുടെയോ ഗർജനമല്ല, ആനയുടെ ചിഹ്നം വിളിയുമല്ല, പട്ടി കുരയ്ക്കുന്നതുമല്ല. പിന്നെ അപ്പു ഭയം കൊണ്ട് വിറച്ചു. ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൻ ഗർജനസ്വരം കേട്ടിടത്തേക്ക് മെല്ലെ മെല്ലെ നടന്നു ചെന്നു. അസാധാരണമായ ഒരു വസ്തു നിലത്ത് കിടക്കുന്നത് അവൻ കണ്ടു. അതിനടുത്തേക്ക് ചെന്ന് അവൻ തൻ്റെ വാലൊന്ന് ആട്ടി നോക്കിയപ്പോൾ അതിൽ നിന്നും മുതിർന്ന സ്വരം അവന് വളരെ ആകർഷകമായി തോന്നി. കുറേ കൂടി ധൈര്യം തോന്നിയ അപ്പു അതിലൊരു ചവിട്ട് വെച്ചു കൊടുത്തു. ശബ്ദം കുറേ കൂടി ഉയർന്നു. വീണ്ടും വീണ്ടും ചവിട്ടിയപ്പോൾ ശബ്ദവും അതിനൊത്തു. അവസാനം താൻ ആദ്യം കേട്ട ഗർജനസ്വരത്തിന് സമ്മാനമായത് സൈനികർ ഉപേക്ഷിച്ചു പോയ ഒരു ചെണ്ടയായിരുന്നു അത്. ഭയം തന്നെ വിട്ടകന്നതോടെ അപ്പു ധീരനായി. ചെണ്ടയും ഉരുട്ടി വീട്ടിൽ ചെന്ന് അവൻ എല്ലാവരെയും അതിൻ്റെ ശബ്ദം കേൾപ്പിച്ചു. ധീരനായിരിക്കുന്ന ഭർത്താവിനെ കണ്ട് അപ്പുവിൻ്റെ ഭാര്യ അവനെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഭയം ക്ഷീണിപ്പിക്കുമ്പോൾ ധൈര്യം നമ്മെ ബലവാന്മാരാക്കും.